സമന്തയുടെ ഇടി കണ്ടു. ഇടിപ്പടം വരാൻ പോകുന്നു എന്ന് പറയുന്ന അതിൻ്റെ ടീസർ കണ്ടു. അപ്പോൾ രശ്മികയുടെ ഒരു പുതിയ ടീസർ വന്നിരിക്കുകയാണ്. മൈസ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ടീസർ കണ്ട് നോക്കാം, എന്നിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക. ഇതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ ആക്ഷൻ ആണെന്ന് തോന്നി. റൈറ്റർ ഡയറക്ടർ രവീന്ദ്ര പുല്ലയാണ് ആൻഡ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ശ്രേയസ് കൃഷ്ണ, മ്യൂസിക് കമ്പോസർ ജെയ്ക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ഡയറക്ടർ ആൻഡി ലോങ് ആൻഡ് സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമയാണ്. സൗണ്ട് മിക്സ് അരവിന്ദ് മേനനാണ്. മലയാളികൾ കുറേ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ടീസർ കാണാം. ടീസർ അല്ല, ഫസ്റ്റ് ഗ്ലിംസ് ആണ്. അത് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ചമ്പൽ റാണിയാണോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട? షార్ట్ గన్ కాలే ఆగిపోయింది. నా బిడ్డ ఊపిరిని మోయలేక అగ్గే బూడిదయింది. మండుతున్న నా బిడ్డని చూడలేక అడ్డి అడ్డి ఆఖరికి సావే చచ్చిపోయింది. నా బిడ్డని సంపలేక నా బిడ్డ ఎవరో తెలుసా? ഓ മൾട്ടിലിംഗൽ മലയാളം ഉണ്ട്. ഒരു ഇടി ഇടിക്കണ കാണിക്കായിരുന്നു. ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ജെയ്ക്സ് പിജോ തന്നെ മാൻ, അതിൽ വേറെ ഒന്നുമില്ല. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വൈബ് ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഈ ബിറ്റ് എനിക്ക് ഹെഡ്ഫോണിൽ കേൾക്കണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേൾക്കണം എന്ന് പറയുന്ന ഒരാഗ്രഹം എന്നിൽ ഉണ്ടാവുന്നത് പോലെ ഉണ്ടായിരുന്നു. ആൻഡ് രശ്മിക ആക്ഷൻ സീക്വൻസുകൾ ഗംഭീരമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം അവർ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. വർക്കൗട്ട് ചെയ്യുന്ന ഒരുപക്ഷെ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ഒരു മെയ്വഴക്കത്തിൻ്റെ എലമെൻ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെ ആയിരിക്കും. അത് രശ്മിക ഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവർ ഈ ഒരു ബിൽഡപ്പ് നമ്മളെ കാണിച്ചത് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു ആക്ഷൻ സീക്വൻസിന് മുമ്പ് ഒരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ ഇത് സിനിമയിലുള്ള സീൻ പോലും ആയിരിക്കില്ല, പക്ഷേ അയാളെ റിവീൽ ചെയ്തുകൊണ്ട് വരികയാണ്. അതായത് ഒരു സാധനം ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബും എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ കാണിക്കുകയാണ്. ആ പാറ്റേണിൽ നമ്മൾ ലോകയൊക്കെ അതിൻ്റെ ഒരു സമയത്ത് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു മെയിൽ ആർട്ടിസ്റ്റ് ഹീറോ ആയിട്ട് വരുമ്പോൾ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുക, എങ്ങനെയാണ് അയാളുടെ എലിവേറ്റഡ് സീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അതുപോലെ നിങ്ങൾ സ്ത്രീകൾക്കും കൊടുത്തു നോക്കൂ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന. ഇപ്പോൾ സ്ത്രീകൾ ആക്ഷൻ ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഇത്ര മതി എന്ന് പറയുന്നത് ഈവൻ ബഡ്ജറ്റിലും പ്രൊമോഷൻസിലും ഒക്കെ കുറവ് വരുത്തുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ തൊട്ട് മുമ്പ് ഞാൻ സമന്തയുടെ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ. ഇപ്പം രശ്മികയുടെ ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണോ ഒരു പുരുഷൻ ക്യാരക്ടർ അയാൾ ആക്ഷൻ സീനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നത്, അത് കാണിക്കുന്ന പോലെ തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവരിക എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനുള്ളൊരു ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ ഈ കണ്ട ഈ ഒരു കുഞ്ഞ് ക്ലിപ്പ് അവർ സിനിമയ്ക്ക് വേണ്ടി എടുത്ത, അല്ലെങ്കിൽ പോലും ഇതിന് നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ഒന്നാണ്. അതവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, പിന്നെ ആ ഗണ്ണിൻ്റെ ഒക്കെ ഒരു ഒറിജിനാലിറ്റി സംഭവങ്ങൾ എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. ഇതിനൊക്കെ പ്രചോദനമായ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾ ആക്ഷൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു വലിയ സ്കെയിലിലേക്ക് ഇങ്ങനത്തെ സിനിമകളുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും അതിനുള്ള ധൈര്യമൊക്കെ കൊടുക്കാൻ ഒരു പക്ഷേ ലോകയൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവും എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ വെച്ച് പുരുഷന്മാരെ വെച്ച് ചെയ്യുന്ന അതേ എഫേർട്ട് ഇട്ടുകൊണ്ട് ഫിനാൻസ് മുടക്കിക്കൊണ്ട് ഒരു പടം ചെയ്ത് നോക്കൂ, സംഭവം കയറി കൊളുത്തിക്കോളും. നല്ല കഥയുണ്ടായാൽ മതി, ആർട്ടിസ്റ്റുകളുടെ ഗംഭീര പ്രകടനങ്ങൾ ഉണ്ടായാൽ മതി, പടം കയറിപ്പോവും. പ്രേക്ഷകർ കാത്തിരിക്കുന്ന അങ്ങനത്തെ ഗംഭീര പടങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കാം. ഇതെനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ ഒരൊറ്റ സീക്വൻസ് വെച്ചിട്ട് ആക്ഷൻ അടിപൊളിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. ഒരു സീൻ കാണിക്കാമായിരുന്നു, ഒരു പഞ്ചോ ഒരു കിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണിക്കാമായിരുന്നു എന്ന് തോന്നി. ബട്ട് ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.